നോക്കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഈ സംഭവം അത് ഒരു എന്താ പറയുക ഒരു ലൂസ് ഓൺലൈൻ കൂട്ടായ്മയാണത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകൾ പിന്നെ ആശയങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ് നടത്തിയിട്ട് ആളുകൾ തെരുവിലേക്ക് വരികയാണ്. ഇത് ജൂണിൽ ഇതേമാതിരി ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്, നോക്കിങ്സ് പ്രൊട്ടസ്റ്റ് എന്നുണ്ട്. അന്ന് അമേരിക്കൻ ആർമിയുടെ 250-ാം വാർഷിക ദിനത്തിൽ വലിയ പരിപാടികൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. അതേ ദിവസം തന്നെയാണ് ഈ നോക്കിങ്സ് നെറ്റ്വർക്കും പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അന്ന് 2100 കേന്ദ്രങ്ങളിലാണ് പ്രൊട്ടസ്റ്റ് നടന്നത്. മൊത്തം 5 മില്യനും 6 മില്യനും ഇടയിൽ ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് അതിൻ്റെ കണക്ക്. പക്ഷേ 60 ലക്ഷം മനുഷ്യർ ഒരു ദിവസം തെരുവിലിറങ്ങിയെന്നാണ്. ഇപ്പോൾ ശനിയാഴ്ച നടന്നിട്ടുള്ളതും അതിനേക്കാൾ മികച്ച സംഘാടനത്തോടുകൂടി മികച്ച പാർട്ടിസിപ്പേഷനോടുകൂടി 2700 കേന്ദ്രങ്ങളിൽ 7 മില്യനും 8 മില്യനും ഇടയിൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള മാസ് പാർട്ടിസിപ്പേഷൻ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ്. പല സമയങ്ങളിപ്പോൾ കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള BLM ഉണ്ട്, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭം, ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തെ തുടർന്ന്. പക്ഷേ അതെല്ലാം ചില സിറ്റികൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു വെൽ കോർഡിനേറ്റഡ് ആണ്. ഇതൊരു ലൂസ് ഓൺലൈൻ കോർഡിനേഷൻ ആണെങ്കിലും ഈ പരിപാടികൾ വെൽ കോർഡിനേറ്റഡ് ആണ് ആൻഡ് നോൺ വയലൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എവിടെയും സംഘർഷങ്ങളൊന്നുമില്ല, നോൺ വയലൻ്റ് ആയിരിക്കണം. നാഷണൽ ഗാർഡിനെ വരെ ഇറക്കിയിട്ട് ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ട്രംപ് പരിപാടി ഇട്ടിരുന്നെങ്കിലും ഒരു നിലക്കുള്ള വയലൻസിലേക്കും പോകരുത് എന്ന കർശനമായിട്ടുള്ള തീർപ്പ് സംഘാടകർക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നോൺ വയലൻ്റ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസം 8 മില്യൺ മനുഷ്യർ, 80 ലക്ഷം മനുഷ്യർ അമേരിക്കയിൽ തെരുവിലേക്ക് ഇറങ്ങുക, ഒരൊറ്റ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അഭൂതപൂർവമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഡെമോക്രസികളിലൊന്നാണ്. ലോകത്തിന് മൊത്തം ഡെമോക്രസി പഠിപ്പിച്ച നാടാണ്. പക്ഷേ അത് ഒരു ഓട്ടോക്രസിയിലേക്ക് പോകുന്നു എന്ന വിമർശനം വലിയ തോതിലുണ്ട്. ഏറ്റവും പല ഘടകങ്ങളുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഈ പറയുന്ന മനുഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം രാവിലെ തോന്നുന്ന കാര്യം വൈകുന്നേരം എക്സിക്യൂട്ടീവ് ഓർഡറാക്കി ഇറക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ സെനറ്റിനോ കോൺഗ്രസിനോ ഒന്നും പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കാതെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഷട്ട് ഡൗൺ നടക്കുകയുണ്ട്. അതുകൂടെ മനസ്സിലാക്കുന്നു. 20ാമത്തെ ദിവസമാണിന്ന്. അമേരിക്കയിലെ വെബ്സൈറ്റുകളൊക്കെ അതിൻ്റെ തുറന്നു നോക്കിയാൽ കാണാം, മേലെ തന്നെ അതിൻ്റെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. 20 days 6 hours 43 minutes 5 seconds എന്നൊക്കെ പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ക്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഷട്ട് ഡൗൺ നടക്കുന്നു. പിന്നെ ICE, നമ്മുടെ നാട്ടിലെ ED പോലെയാണ് അവിടെ ICE, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏജൻസി, ഫെഡറൽ ഗവൺമെൻറ് ഏജൻസിയാണ്. അവർ എവിടെയും കടന്നു ചെന്ന് ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് എന്ന പേര് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പൊക്കിയെടുത്ത് തൂക്കിക്കൊണ്ടുപോകുന്ന പരിപാടി വ്യാപകമായിട്ട് നടക്കുകയാണ്. അതിനെതിരായുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധക്കാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഫെഡറൽ ഏജൻസികളുടെ കടന്നുകയറ്റവും ഈ അതിക്രമങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പം അമേരിക്ക നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത അതിൻ്റെ ഫെഡറൽ നാച്ചറാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സുകൾക്ക്, അമേരിക്ക എന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്സുകളുടെ ഒരു യൂണിയൻ എന്നുള്ള നിലക്ക് തന്നെയാണ്. കാരണം സ്റ്റേറ്റ്സ് വലിയ തോതിൽ ഓട്ടോണമിയുണ്ട്. ഈവൻ ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമങ്ങൾ വരെയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, രാജ്യം ശക്തിപ്പെടണമെങ്കിൽ ഇത് ഒരൊറ്റ യൂണിറ്റ് ആകണം എന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ ഈ ദേശീയവാദികൾ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രബലമായ, ഏറ്റവും ശക്തിയുള്ള രാജ്യമായുള്ള അമേരിക്കയിൽ ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമമല്ല. നമുക്ക് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം, അതാണ് ദേശീയ ഐക്യത്തിന് വേണ്ടതെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പല ആളുകളും പ്രസംഗിക്കാറുണ്ട്. അവിടെ ഓരോ ക്രിമിനൽ ലോസ് വരെ വ്യത്യാസമുണ്ട് ഓരോ സ്റ്റേറ്റുകൾക്കനുസരിച്ച്. അപ്പോൾ സ്റ്റേറ്റ് ഓട്ടോണമി എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെയും അവരുടെ സ്വയം ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ പരമാവധിയിലാണ്. അപ്പോൾ അതിനെയും ബ്രീച്ച് ചെയ്യുന്നു ഇങ്ങേരുടെ പല പരിപാടികളും. ഫെഡറൽ ഏജൻസികളെ അയച്ചുകൊണ്ട്, ICA അയച്ചുകൊണ്ട്, അതേപോലെ മിലിറ്ററി അയച്ചുകൊണ്ട് സ്റ്റേറ്റ് ഓട്ടോണമി ബ്രീച്ച് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമുണ്ട്. പിന്നെ സാമ്പത്തിക രംഗത്ത് ഇദ്ദേഹം ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ, നീക്കങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള ഡിസ്റപ്ഷൻ. ഇതൊരു സ്റ്റേബിൾ എക്കണോമി അല്ല നമ്മുടേത്. അമേരിക്കൻ എക്കണോമി വൻ തകർച്ചയിലേക്ക് പോകുകയാണെന്ന് അങ്ങനെയൊന്നുമല്ല.
പക്ഷേ ഇത് നമ്മുടെ ഒരു സ്റ്റേബിൾ എക്കണോമി അല്ല. എക്കണോമിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും അതിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നൊരു ഫീൽ, ഒരു പെർസെപ്ഷനെങ്കിലും ഉണ്ടാകണം. അപ്പം നമ്മുടേതൊരു ഡിസ്റപ്റ്റഡ് എക്കണോമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിചാരം പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്നിട്ട് ആളുകൾക്കിടയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ ബഹിസ്ഫുരണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ പറയുന്ന രണ്ടാം നോ കിങ്സ് പ്രൊട്ടസ്റ്റിനെ കാണേണ്ടത്. അതിന് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇമ്പാക്റ്റ് ദാറ്റ് എന്താണ് ഓൾറെഡി ഡൺ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സൊസൈറ്റി, ഇപ്പോൾ നോക്കൂ, ഡെമോക്രാറ്റുകൾ ഭരിക്കുന്നു, റിപ്പബ്ലിക്കൻസ് ഭരിക്കുന്നത്. അമേരിക്കയിൽ പലപ്പോഴും മാറി മാറി വരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആസ് എ സൊസൈറ്റി അതൊരു യൂണിഫൈഡ് സൊസൈറ്റി ആയിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ, അതിഭയങ്കരമായുള്ള സാമൂഹികമായുള്ള ധ്രുവീകരണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒബാമ ഭരിക്കുന്നു, അല്ലെ ബൈഡൻ ഭരിക്കുന്നു, അല്ലെ വേറെ ജോർജ് ബുഷ് ഭരിക്കുന്നു, ഇതൊന്നും സമൂഹത്തിൽ വലിയ തോതിലുള്ള ഒരു ഡിവിഷനോ പോളറൈസേഷനോ ഉണ്ടാക്കിയിരുന്നില്ല. ആസ് എ സൊസൈറ്റി അതൊരു യൂണിഫൈഡ് സൊസൈറ്റി ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിവിഷൻ വിതിൻ ദ അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഗതി ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് അമേരിക്ക അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് പല ആളുകളും എന്താണ്, അമേരിക്ക ഈസ് ഹെഡിങ് ടുവാർഡ്സ് എ സിവിൽ വാർ എന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഒരു എക്സാജറേറ്റഡ്, അതിശയോക്തിപരമായുള്ളൊരു നിരീക്ഷണമായിരിക്കും. ഒരു സിവിൽ വാറിൽ, നേരത്തെ അമേരിക്ക സിവിൽ വാർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സിവിൽ വാറിലേക്ക് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സിവിൽ അൺറസ്റ്റിലേക്ക് അമേരിക്ക പോവുകയാണ്. ഇതാണ് ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അതാണ്. അത് നമ്മളെ നാടുമായിട്ടും കമ്പയർ ചെയ്യുക. അത് ഒരു ഭയങ്കര ഒരു പാരഡോക്സാണ്. അത് ഒരു പവർഫുൾ ലീഡർ ഉണ്ടായിരിക്കണം. പവർഫുൾ ലീഡർ ഉണ്ടാകുമ്പോഴാണ് യൂണിറ്റി ഉണ്ടാകുക എന്നുള്ള ഒരു സാധാരണ പറഞ്ഞു പോക്ക്. പക്ഷെ പവർഫുൾ ലീഡേഴ്സ് ഡിസ്യൂണിറ്റിയാണ് ഉണ്ടാക്കുന്നത്. യൂണിറ്റി എന്ന പേരിൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഡിസ്യൂണിറ്റിയാണ്, ഡിവിഷനാണ്, പോളറൈസേഷനാണ്. അത് നമ്മൾ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ എന്താണ്, എത്ര ഇഞ്ചാണ്? 56 ഇഞ്ചുള്ള ഒരു പവർഫുൾ ലോഹ പുരുഷാണ് നമ്മൾ ഭരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആഖ്യാനം തന്നെ ഇതായിരുന്നല്ലോ, 56 ഇഞ്ചുള്ള ആൾ, അയൺ മാൻ, ലോഹ പുരുഷ്. അപ്പോൾ ഒരു സ്ട്രോങ് മാൻ വേണം, സ്ട്രോങ് മാൻ റെജീം എന്നുള്ളതാണ്. വിശ്വഗുരു വേറെ ഇതാണ്, അത് ഇന്ത്യക്കാർക്കുള്ളതല്ല, പുറത്തേക്കുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രോങ് മാൻ വന്നാൽ രാജ്യം ശക്തിപ്പെടുകയാണ് ചെയ്യുക, ദുർബലപ്പെടുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോങ് മാൻ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? സ്ട്രോങ് മാൻ ഡിഫറെൻറ്റ് വോയിസസ്, മറ്റ് ശബ്ദങ്ങൾ എല്ലാറ്റിനെയും ഇല്ലാതാക്കി ഇതൊരു സ്ട്രോങ് സൊസൈറ്റി ആക്കിയിട്ട് ഒരു സ്ട്രോങ് കരുത്തുള്ള രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആക്ച്വലി അതാത് സമൂഹങ്ങളെ, അതാത് രാജ്യങ്ങളെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് മുഴുവൻ നടന്നപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാം? ട്രംപ് ഒഫീഷ്യൽ അതിൻ്റെ വാഗൊണ്ടൊന്നും അത് പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു AI വീഡിയോ ഇടുകയാണ് ചെയ്തത്, ഒരു വിമാനം. ആ വിമാനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയോ? കിങ് ട്രംപ് എന്നാണ്. കിങ് ട്രംപ് എന്ന് എഴുതിയ വിമാനത്തിൽ പുള്ളി പോകുന്ന വീഡിയോ ആണ്. നോ കിങ്സ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് പുള്ളിയും ഒരു AI വീഡിയോ ഇറക്കി. നല്ല രസമാണ്. ട്രംപ് ഒരു കിരീടം, രാജാക്കന്മാരുടെ കിരീടം തലയിൽ ചൂടുന്നു, ഒരു വാൾ ഊരിയെടുക്കുന്നു, എന്നിട്ടിങ്ങനെ പിടിക്കുന്നു. ഈ ഡെമോക്രാറ്റ് ലീഡേഴ്സൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് കൈകൂപ്പി നിലത്തിരിക്കുകയാണ്. പ്രസിഡൻറ്റും രാജ്യത്ത് 70 ലക്ഷം മനുഷ്യർ തെരുവിലിറങ്ങിയ ഒരു പ്രൊട്ടസ്റ്റിനോട് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും പ്രതികരണമാണ്. വൈറ്റ് ഹൗസിൻ്റെ വക്താവ്, ഒഫീഷ്യൽ സ്പോക്സ്മാൻ, അദ്ദേഹം ഉപയോഗിച്ച ഒറ്റ വാക്കാണത്, ഹൂ കേസ് എന്നുള്ള വാക്കാണ്. അതുമാത്രമാണ് പുള്ളിയുടെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിവിൽ അൺട്രസ്റ്റ് നോക്കൂ, ഒരു സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാകും. ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്താണ്? പരസ്പരം സംസാരിക്കുക, ആളുകൾ നെഗോഷിയേറ്റ് ചെയ്യുക, ചർച്ച ചെയ്യുക, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതല്ല, ഈ ഡിവിഷനെ മൂർച്ഛിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ഈ പറയുന്ന ഈ ഡിവിഷനും അൺട്രസ്റ്റും കൂടുതൽ ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കാണേണ്ടത്. എഗൈൻ നമ്മൾ കാണേണ്ടത് അടുത്ത വർഷം നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിലിതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതും കാണണം.